ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 6. ശലോമോൻ പറഞ്ഞു, താൻ കൂരിരുളിൽ വസിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ നിനക്ക് വസിക്കുവാൻ ഒരു ആലയം, നിനക്ക് എന്നേക്കും വസിക്കുവാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു. പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിൽക്കെ രാജാവ് തൻ്റെ മുഖം തിരിച്ചു ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞത്, എൻ്റെ പിതാവായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. എൻ്റെ ജനത്തെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ മുതൽ എൻ്റെ നാമം സ്ഥിതി ചെയ്യേണ്ടതിന് ഒരു ആലയം പണിയുവാൻ ഞാൻ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണവും തിരഞ്ഞെടുത്തില്ല. എൻ്റെ ജനമായ ഇസ്രായേലിന് നേതാവായിരിക്കുവാൻ ഞാൻ ഒരുവനെയും തിരഞ്ഞെടുത്തില്ല. എങ്കിലും എൻ്റെ നാമം ഇരിക്കേണ്ടതിന് യെരൂശലേമിനെയും എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കുവാൻ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണം എന്ന് എൻ്റെ പിതാവായ ദാവീദിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ദൈവം എൻ്റെ പിതാവായ ദാവീദിനോട്, എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടായല്ലോ, ഇങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്നിൽ നിന്നുത്ഭവിക്കുന്ന മകൻ എൻ്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. അങ്ങനെ ദൈവം താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ എൻ്റെ പിതാവായ ദാവീദിന് പകരം ഞാൻ തുടർന്ന് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ഒരു ആലയം പണിതിരിക്കുന്നു. ദൈവം മിസ്രയീം ദേശത്ത് നിന്ന് അവരെ പുറപ്പെടുവിച്ചപ്പോൾ നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമമുള്ള പെട്ടകം ഞാൻ അതിൽ വച്ചിട്ടുണ്ട്. അനന്തരം അവൻ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ മുൻപിൽ ഇസ്രായേലിൻ സർവ്വസഭയുടെയും മുമ്പിൽ നിന്നുകൊണ്ട് കൈമലർത്തി. ശലോമോൻ 5 മുഴം നീളവും 5 മുഴം വീതിയുമായിട്ട് താമ്രം കൊണ്ടൊരു പീഠമുണ്ടാക്കി പ്രാകാരത്തിൻ്റെ നടുവിൽ സ്ഥാപിച്ചിരുന്നു. അതിൽ അവൻ കയറി നിന്ന് ഇസ്രായേലിൻ്റെ സർവ്വസഭയ്ക്ക് മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമേ, മേൽ സ്വർഗത്തിൽ നീ ഇരിക്കുന്നു, താഴെ ഭൂമിയിൽ തിരുവിഷ്ടം ചെയ്യപ്പെടുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസർക്കായി നിയമവും ദയയും പാലിക്കുന്നു. നീ എൻ്റെ പിതാവായ ദാവീദ് എന്ന നിന്റെ ദാസനോട് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, നീ എൻ്റെ പിതാവായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എൻ്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എൻ്റെ ന്യായപ്രമാണം പ്രകാരം നടക്കേണ്ടതിന് അവരുടെ വഴി സൂക്ഷിക്ക മാത്രം ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിനക്ക് ഒരു പുരുഷൻ എൻ്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ പിതാവും നിന്റെ ദാസനുമായ ദാവീദിനോട് നീ കൽപ്പിച്ച വചനം സഫലമാകുമാറാകട്ടെ. ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ തൻ്റെ ജനമായി ഇസ്രായേലിനോടുകൂടെ വസിച്ചു. സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ല.
പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, തിരുമുമ്പിലുള്ള അടിയൻ്റെ നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു നോക്കണമേ. ഒരുവൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർക്കണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചനകൾ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഒരുവൻ തൻ്റെ കൂട്ടുകാരനോട് തെറ്റ് ചെയ്യുകയും അവനെ കൊണ്ട് സത്യം ചെയ്യിക്കുവാൻ കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിനു മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ പ്രവൃത്തി അവൻ്റെ തലമേൽ തന്നെ വരുത്തി പ്രതികാരം ചെയ്യുവാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി നീതീകരിക്കുവാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുക മൂലം അവർ ശത്രുവിനോട് തോറ്റോടി നിന്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വച്ച് നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് നീ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തേക്ക് അവരെ തിരിച്ചു വരുത്തണമേ. അവർ നിന്നോട് പാപം ചെയ്യുക കൊണ്ട് ആകാശം അടഞ്ഞു മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു പ്രാർത്ഥിച്ചു നിന്റെ നാമത്തെ സ്തുതിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുമാറുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ദാസരുടെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ട നല്ല വഴി അവർക്ക് ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യിക്കുകയും ചെയ്യണമേ. ദേശത്ത് ക്ഷാമമോ വസന്ത വെൺകതിർ വിഷ മഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ സങ്കടപ്പെടുത്തിയാൽ ഏതെങ്കിലും വ്യാധിയോ രോഗമോ ഉണ്ടായാൽ ഓരോരുവനും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനും പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുവൻ താൻ്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലമെല്ലാം നിന്റെ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടുവാൻ നീ ഓരോരുവൻ്റെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തി പോലെ നൽകുകയും ചെയ്യണമേ. നീ മാത്രമാണല്ലോ മനുഷ്യരുടെ ഹൃദയങ്ങൾ അറിയുന്നത്. നിന്റെ ജനമായ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത അന്യജാതിക്കാരൻ നിന്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈയും നീട്ടിയിരിക്കുന്ന ഭുജവും മൂലം വിദൂരദേശത്ത് നിന്ന് വന്നാൽ അവൻ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് തിരുനാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യേണ്ടതിന് അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കണമേ. നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ
നീ തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും ഞാൻ തിരുനാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിക്കണമേ. അവർ നിന്നോട് പാപം ചെയ്യുകയും നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിക്കുകയും അവനവരെ ദൂരത്തോ സമീപത്തോ ഉള്ള രാജ്യത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന രാജ്യത്ത് വെച്ച് അവർ തങ്ങളുടെ ഹൃദയം ഉണർത്തി പ്രവാസദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു, അധർമ്മവും തിന്മയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ പ്രവാസ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്കലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തെരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ഇപ്പോഴും എൻ്റെ ദൈവമേ, സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണു തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ. ആകയാൽ ദൈവമായ കർത്താവേ, നീയും നിന്റെ മഹത്വത്തിൻ്റെ പെട്ടകവും എഴുന്നേറ്റു നിന്റെ വിശ്രമത്തിലേക്ക് വരണമേ. ദൈവമായ കർത്താവേ, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ അഭിഷിക്തന്റെ മുഖം ത്യജിച്ചു കളയരുതേ. നിന്റെ ദാസനായ ദാവീദിനോടുള്ള കൃപകളെ ഓർക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.